രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതിന് മുന്നായിട്ട് ചോറും കറികളും തയ്യാറാക്കാനായിട്ട് സമയമില്ലാതെ കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട. ഈ ഒരൊറ്റ പാത്രമുണ്ടെങ്കിൽ ഒരേ സമയം അടിപൊളി ചോറും കറിയും റെഡിയാക്കാനായിട്ട് കഴിയും. വെറും മിനിറ്റുകൾക്കുള്ളിൽ ഫുഡ് തയ്യാറായി കിട്ടുന്നത് കൊണ്ട് തന്നെ സമയവും ഗ്യാസും ലാഭിക്കാനായിട്ട് കഴിയും. അടുക്കളപ്പണി പകുതിയായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന നമ്മുടെ മാജിക് പോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ചൂടാറ പെട്ടിയിൽ ചോറിനൊപ്പം ഒരേ സമയം തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റിയ ഉരുളൻകിഴങ്ങ് കറിയാണ്. ഇനി ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് ഉരുളൻകിഴങ്ങ് 3 എണ്ണം, സവാള 1, തക്കാളി 1, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയെല്ലാം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുക. ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ അരി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആ പാത്രത്തിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് നേരിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഒരു ചൂടാറാപ്പെട്ടി എടുത്തിട്ട് താഴത്തെ തട്ടിൽ നേരത്തെ നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്ന ചോറിൻ്റെ പാത്രം വെച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കറിയുടെ പാത്രവും വെച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറാപ്പെട്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് അടച്ച് കൊടുക്കുക. വേവിക്കാനായിട്ട് നമ്മൾ ചൂടാറാപ്പെട്ടിയിലെ ഫുഡുകൾ ഇറക്കി വെക്കുന്ന സമയത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടാറാപ്പെട്ടിയുടെ അടപ്പൊന്ന് തുറന്നു നോക്കാം. ഈ ടൈമിൽ നമുക്ക് കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കിഴങ്ങ് കറിയിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കറി നമുക്ക് വിളമ്പാവുന്നതാണ്. നിങ്ങളിൽ എത്ര പേരാണ് ദിവസവും ചോറും കറിയും വെവ്വേറെ പാത്രങ്ങളിൽ വെച്ച് മടുത്തവർ? അടുക്കളയിൽ ഒത്തിരി സമയം പോകുന്നതാണോ നിങ്ങളുടെ പ്രധാന പ്രശ്നം എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇന്നിവിടെ ഈ മെത്തേഡിൽ 3 വിഭവങ്ങളാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചോറും ഒരു കറിയും ഒരു ഉപ്പേരിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിൽ ഉപ്പേരി കൂടി തയ്യാറാക്കി എടുത്തത് എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പേരി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അടച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുലുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാ ഭാഗങ്ങളിലേക്കും പിടിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നേരത്തെ വേവാനായിട്ട് വെച്ചിരുന്ന ചോറിലേക്ക് ഈ പാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കുക്കായി വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ക്യാരറ്റും കുക്കായിട്ട് കിട്ടും. അപ്പോൾ ചോറ് കുക്കായി വന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്നും ക്യാരറ്റിൻ്റെ പാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വിടാനായിട്ട് രാവിലെ നമ്മൾ ധൃതി പിടിച്ച് നടക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറും കറികളും ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഈ മെത്തേഡ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. സമയം ലാഭിക്കാനായിട്ട് നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കിടിലൻ ട്രിക്ക് എന്താണ് എന്ന് താഴെ പങ്കുവയ്ക്കൂ. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഈ മാജിക് പോട്ട് എത്രത്തോളം ഉപകാരപ്പെടും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മാജിക് പോട്ടിൽ അടുത്തതായിട്ട് ഏത് വിഭവമാണ് ഉണ്ടാക്കി കാണിക്കേണ്ടത്? ബിരിയാണി തയ്യാറാക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും സ്പെഷ്യൽ വിഭവമാണെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന വിഭവം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഉപ്പേരിയിൽ ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് തേങ്ങയാണ്. ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചൂടാറാപ്പെട്ടിയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റുകളാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ചൂടാറാപ്പെട്ടി ഉരച്ച് കഴുകി കഴിഞ്ഞാൽ അത് കേടാകും എന്നുള്ളത് ശരിയാണ്. സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉരപ്പെടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചോ ഒന്നും അത് നന്നായി ഉരച്ച് കഴുകരുത്. അതുപോലെ തന്നെ ചൂടാറാപ്പെട്ടിയുടെ ഉള്ളിൽ ഈർപ്പം നിൽക്കുന്ന രീതിയിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അഥവാ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഉണക്കിയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്നവരാണ് നമ്മളോട് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഉരച്ചൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് ചൂടാറാപ്പെട്ടി വളരെ പെട്ടെന്ന് തന്നെ കേടാകും. പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ട് ചൂടാറാപ്പെട്ടി നിങ്ങൾക്ക് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ മൃദുവായിട്ടുള്ള സ്പോഞ്ചോ അല്ലെങ്കിൽ ലിക്വിഡ് മാത്രം ഉപയോഗിച്ചിട്ടോ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതിലെ ഈർപ്പം കളയാനായിട്ട് അടപ്പ് തുറന്ന് വെക്കുക. അതിനുശേഷം ഉണങ്ങിയ ടവലോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ട് പാത്രത്തിൻ്റെ ഉൾവശം നന്നായിട്ട് തന്നെ തുടച്ച് ക്ലീനാക്കി എടുക്കുക. വെള്ളത്തിൻ്റെ ഒരംശം പോലും പാത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ വേണം ഇത് ഉണക്കിയെടുക്കാനായിട്ട്. സ്ക്രബ്ബർ ഉപയോഗിച്ച് പാത്രം കഴുകിയെടുക്കുകയോ പാത്രത്തിനുള്ളിൽ ഈർപ്പം നിലനിൽക്കുകയോ ചെയ്താൽ പാത്രത്തിലെ ചൂട് നിലനിൽക്കാതെ പാത്രം കേടായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതവിടെ ചോറ് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റി കളഞ്ഞെടുക്കാം. രാവിലെ ചോറൊക്കെ വെക്കാനായിട്ട് ഒട്ടും സമയമില്ലാത്തവർക്കാണെങ്കിൽ രാത്രിയിൽ അരി ഒന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ ചൂടാറാപ്പെട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ചൂടാറാപ്പെട്ടിയിൽ നിന്നും ഈ പാത്രം എടുത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് തന്നെ കിട്ടും. ഇതപ്പോൾ നമ്മൾ ചോറിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ചോറ് ഒട്ടിപ്പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ മാജിക് പോട്ടിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജോലിക്ക് പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ അടുക്കളപ്പണി എളുപ്പമാക്കാൻ ഇത് ശരിക്കും ഒരു മാജിക് തന്നെയാണ്. നിങ്ങളുടെ അടുക്കളയിലും ഇതുപോലെ ഒരു പാത്രമുണ്ടെങ്കിൽ സമയം എത്രത്തോളം ലാഭിക്കാമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ കിച്ചൺ ടിപ്പുകളും ഹോം ഹാക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.